ക്രിസ്തുവുമായിട്ടും പെർഫെക്റ്റ് വചനത്തിനൊന്നും ഒരു കുറവില്ല, എറർ ഫ്രീ, ഇൻഫോളിബിൾ. ആ വചനവുമായിട്ട് നമ്മളെ തന്നെ എന്നും ഒന്ന് കമ്പയർ ചെയ്ത് എപ്പോഴും ഈ മീറ്റർ അതിനാണല്ലോ വെക്കുന്നത് ഇല്ലേ? നമുക്ക് മൾട്ടിമീറ്റർ ഉണ്ട്, സ്പീഡ് മീറ്റേഴ്സ് ഉണ്ട്. എല്ലാ മീറ്റേഴ്സും എന്തിനാണ്? ആ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഈ ട്യൂണേഴ്സ് ഉണ്ട്, ഗിറ്റാർ ട്യൂണേഴ്സ് ഉണ്ട്. നമ്മളൊരല്പം ട്യൂൺ ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകും, ഒരല്പം അത് കീ പുറമോട്ട് പോകും. നമ്മളതിങ്ങനെ പിന്നെയും ട്യൂൺ ചെയ്ത് സെൻറ്ററിൽ വരുമ്പോഴാണ് അത് 6 സ്ട്രിങ്ങും ട്യൂൺ ചെയ്താൽ മാത്രമേ കോഡ്സ് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ ട്യൂണിങ്, ഡ്രംസിനുണ്ട് ട്യൂണിങ്, എല്ലാത്തിനും ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് തബലയ്ക്കുണ്ട്, മൃദംഗത്തിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ട്യൂണിങ് ഇടയ്ക്ക് നമ്മുടെ എന്ത് ചെയ്യും? മാറിപ്പോയി വചനപ്രകാരവും കേൾക്കുന്ന വചനപ്രകാരം. അതുകൊണ്ട് തെസ്സലോനിക്ക സഭ പെട്ടെന്നൊക്കെ വീഴാൻ ചാൻസ് ഉള്ളൊരു ദേശം. അടുത്ത ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാവും. പാപം നിറഞ്ഞൊരു ദേശം, അവിടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം അങ്ങനെയാണ്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കൾച്ചർ. അതുകൊണ്ട് ഇവിടെ പറയുക പെർഫെക്ഷൻ. പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു ബലം എങ്ങനെയാണെന്നറിയാം? ഇതൊരു ബലം ടീം വർക്കിലാണ് പോകുന്നത്. ഈ പെർഫെക്ഷനിലേക്ക് വളരുന്നത് ഒറ്റയ്ക്കല്ല. ബിജുബർ ഒന്ന് ക്ഷീണിക്കുമ്പോൾ ഞാൻ ബിജുബറിന് വേണ്ടി പ്രാർത്ഥിക്കും. ജോർജ് ബർ ഹാലലിയ അല്ല വേറൊരു ബ്രദർ സഹോദരന് വേണ്ടി നിങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കും. എനിക്കൊരു ക്ഷീണം വന്നാൽ നിങ്ങൾ സഭ എന്ത് ചെയ്യും? ആരും വിചാരിക്കില്ലേ പാസ്റ്റർ സൂപ്പർമാനാണെന്ന്. ഞാനും പച്ച മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ദേവദാസൻ, നിങ്ങൾക്ക് അറിയാവുന്ന ദൈവദാസൻ, എന്നെ മാത്രം ഓർത്താൽ പോരാ, നിങ്ങൾക്ക് അറിയാവുന്ന ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഓർത്ത് പോരാ, കൂടുതൽ പ്രാർത്ഥിക്കണം. അവർ വീഴാനാണ് ഏറ്റവും ചാൻസസ് കൂടുതൽ, കാഴ്ചപ്പാട് മാറിപ്പോകാൻ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന വലയത്തിലും ഒരു സഹോദര സ്നേഹം. ഏത് അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസം? അപ്പന്മാർ മറന്നുപോയാലും, അപ്പന്മാർ പല വിഷയത്തിൽ എക്സ്റ്റേണൽ അഫയേഴ്സിലൊക്കെ ആയിപ്പോയാലും അമ്മമാരെന്ത് ചെയ്യും? അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ആരും ഓർപ്പിക്കണ്ട. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇച്ചിരി കൂടുതലാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. അത്രയും വേണ്ട, വേറൊന്നും കൊണ്ടല്ല, പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഈ മകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോരാ. എങ്കിലും ആ ഒരു ബോണ്ടാണ്, അമ്മ മക്കൾ ഒരു ബോണ്ടാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് ഈ അമ്മ മക്കൾ പോലുള്ള ആ സ്നേഹം, ആ ബ്രദർലി ലവ് ഉണ്ടെങ്കിൽ, സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ ആരും ഓർപ്പിക്കേണ്ട. ഒരു ദിവസവും ഒരു നേരവും വിട്ടു പോകത്തില്ല. സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പഠിച്ചാണ് നമ്മൾ. ഇല്ല, 12ാമത്തെ വാക്യത്തിൽ അതല്ലേ വായിച്ച് എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാം. ഇതെല്ലാം കണക്റ്റഡാ. എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ എനിക്ക് സഹോദരങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. പൗലോസ് പറയുക, ഞങ്ങളെയും ഓർത്ത്, നിങ്ങളെ ബലപ്പെടുത്തിയ വിശ്വാസി കൊണ്ടെന്ന വചനം പഠിപ്പിച്ച ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ ഏത് ദേശത്ത് പോയാലും ഞാൻ നിങ്ങളെയും ഓർത്ത്. സോ ഇറ്റ്സ് ഓൾ ഇൻ്റർലിങ്ക്ഡ്, ഇല്ലേ? കണക്റ്റഡാ. സോ ഇൻ്റർ കണക്റ്റഡാ. ഇതാണ് ആത്മാവിൻ്റെ ബന്ധം. ഈ ബന്ധത്തിൽ നിന്ന് ഒരു പിശാചിനും ഒരു നാളും അകറ്റുവാൻ കഴിയത്തില്ല. പഴയ വിശ്വാസികളും ഞാനുമായിട്ടൊക്കെ ഞാൻ പറഞ്ഞു 6-7 സംസ്ഥാനത്തിലെ വിശ്വാസികളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എല്ലാം പല സ്റ്റേറ്റിലും. എന്ത് സന്തോഷമാണെന്നറിയാം. മലയാളികൾ ചേർന്ന് ആരാധിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് പല ഭാഷക്കാർ ചേർന്ന് ആരാധിക്കുന്നത്. അതിൻ്റെ സന്തോഷം നാട്ടിൽ വന്നേ പിന്നെ കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ പറയാം, ഹൃദയത്തിൽ നിന്ന് പറയാം. സ്തോത്രം. അതിനകത്തൊരു പ്രത്യേക സന്തോഷമാണ്. പല കൾച്ചറാണ്, പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിത്തീരുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പോഴും ഞങ്ങളെല്ലാവരും കണക്റ്റഡാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഹൈദരാബാദ് വരെ ഓടിച്ച് പോയി പഴയ വിശ്വാസികളെ കണ്ടപ്പോൾ എന്തൊരു സ്നേഹം. അവർക്ക് എന്നെ പിടിച്ചങ്ങ് തിന്നാനുള്ള സ്നേഹം, അതുപോലെ ഞങ്ങളെ വിടാത്ത ഒരു സ്നേഹം. എല്ലാവരും ഇൻ്റർ കണക്ട്. ഏത് ദേശത്തിൽ പോയാൽ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ എപ്പോഴും ഒരു സ്ഥാനമുണ്ട്. അവിടെ നമ്മളിപ്പോൾ ഒന്നിച്ചായിരിക്കുന്നത്. നിങ്ങൾ നാളെ ഓരോ ദേശത്ത് ദൈവം നിങ്ങളെ അയക്കുമ്പോഴും ഈ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. ഈ എബൗണ്ട് ഇൻ ലവ്, എബൗണ്ട്. എന്നാൽ അങ്ങനെ ഇല്ല. 13ാമത്തെ വാക്യം, ഇങ്ങനെ നമ്മുടെ അപ്പോൾ ഈ ബ്രദർലി ലവിൽ വർദ്ധിച്ചു വരുമ്പോൾ, ഒരു ടീം വർക്കായിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനാണെങ്കിൽ യെസ്, നമ്മുടെ ദൈവവും പിതാവുമായവന് മുമ്പാകെ
അന്യന്യരായും ഇങ്ങനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നാളിൽ ബ്ലെയിംലെസ് ആയിട്ട് നിൽക്കുവാൻ കഴിയൂ. ഇറ്റ് ഈസ് എ ടീം വർക്ക്. ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഒന്നിച്ച് നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മധ്യത്തിൽ പല സഹോദരങ്ങൾ വരുന്നു, ഇടയ്ക്ക് കാണുന്നു, എപ്പോഴും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ യു ആർ ബൗണ്ട്, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. അതൊരു ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ അധ്യായം കണ്ടിന്യൂസ് ആയിട്ടാണ്, പിന്നെയാണല്ലോ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം അതിൽ വർദ്ധിച്ചു വരണം. വി ഏർജ് യു, വി എക്സോട്ട് യു എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. മലയാളത്തിലോ നിങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു അല്ലേ? ഇംഗ്ലീഷിൽ ഏർജ് യു, നിർബന്ധിച്ച്. വെറുതെ അങ്ങ് ഈ കോളേജിൽ ലെക്ചർ പറഞ്ഞിട്ട് പോകുന്നവരുണ്ടല്ലോ, നോട്ട്സ് എഴുതുന്നോ. ഇപ്പോഴാണ് വലിയ സൗകര്യം. ഞാൻ കുറച്ച് നാളായി ഇവൻ്റെ പുറയിലാണ്. വേറൊന്നുമല്ല, കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ കുറേ വീട്ടിൽ വരും, പഠിക്കാൻ കാണത്തില്ലേ. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന ഒന്നുമില്ലെന്ന്. കാര്യം നോട്ട്സ് ഉണ്ടോ, എന്നാൽ നോട്ട്സ് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്ബുക്കില്ല, നോട്ട്സ് ഇല്ല, എല്ലാം PDF ആണെന്നാണ് പറയുന്നത്. എല്ലാം സാറുമാർക്കും എളുപ്പം. ഒരിക്കലൊരു PDF അങ്ങ് സാറുമാർ വേറെ ഉണ്ടല്ലോ ഇവിടെ, ഒരിക്കലങ്ങ് PDF തയ്യാറാക്കി വെച്ചാൽ ഈ സാറുമാർ, ഇപ്പോൾ ഞാനും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, എല്ലാ വർഷവും ഈ വചനത്തിനേ ഉള്ളൂ മാറ്റം. വചനത്തിന് ആഴങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സബ്ജക്ട്സിന് വലിയ ആഴമൊന്നുമില്ല. അതിലൊരു ലിമിറ്റിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, അടുത്ത ബാച്ചിനെയും പഠിപ്പിക്കും സെയിം തിങ്. ഈ ടീച്ചേഴ്സിൻ്റെ ഇല്ലേ, ടീച്ചേഴ്സ് നെക്സ്റ്റ് ബാച്ച് ഓൾസോ നമുക്ക് പിന്നെ ഈ പുതുമുഖങ്ങൾ സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒക്കെയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സിലബസ് ഇത് തന്നെ. ഈ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ 50-60 വയസ്സ് വരെ റിട്ടയർഡ് ആകുന്നവരെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ബോറടിക്കത്തില്ലേ? അടുത്ത പ്രാവശ്യം ഞാൻ ഈ തെസ്സലോനിക്ക ലേഖനം ഈ അധ്യായം തന്നെ എത്ര പ്രാവശ്യം പഠിപ്പിച്ചാണെന്നറിയാം, എത്ര ഭാഷ പഠിപ്പിച്ചാണെന്നറിയാം. ഇന്ന് കർത്താവ് ഒരു പുതിയ രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത്. പക്ഷേ ഈ ഒരു സന്തോഷം സബ്ജക്ട്സിനില്ല. ഇവരോട് പറയുക, ഐ ഏർജ് യു, ഐ എക്സോട്ട് യു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോളേജിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, ഒരു PDF നോട്ട്സും ഗ്രൂപ്പിലിടും, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയക്കും, തീർന്നു. പിള്ളേർ വേണേ വായിച്ചോണം, വേണേ പഠിച്ചോണം. തോറ്റു അവർ പിന്നെ സപ്ലി എഴുതിക്കോണം. അവരെ ഒന്ന് കരുതുന്ന പരിപാടി ഒന്നും അവിടെ ഇല്ല. അതല്ല ഇവിടെ അപ്പോസ്തലൻ പറയുക, ആത്മാവില നിങ്ങൾ ഓരോരുത്തരെ പണിതെടുക്കുവാൻ ഐ ഏർജ് യു പ്ലീസ്. ഞാൻ നിർബന്ധിക്കുന്നു, വീണു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, ഞാൻ നിർബന്ധിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളോട് ആത്മാവിൽ പ്രബോധിപ്പിച്ചു. അങ്ങനെ നടന്ന് വീണ്ടും ആ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വന്നെ, എബൗണ്ട് ഇൻ ദാറ്റ്. നമ്മുടെ ഓട്ടം വെറുതെ ഉള്ള ഓട്ടമല്ല, കൂട്ടയോട്ടമല്ല, ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഓട്ടം. അതിന് നല്ല ട്രെയിനിങ് വേണം, അതിന് പ്രാക്ടീസ് വേണം, ഇല്ലേ? ഓട്ടത്തിനൊക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒത്തിരി അങ്ങനെയാണ് നമ്മുടെ സ്പീഡ് വർദ്ധിക്കാൻ പറ്റുള്ളൂ. ഓരോ വട്ടം ഓടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെക്കും. നമ്മുടെ സ്പീഡ്, ഞങ്ങളൊക്കെ പഴയ ഇങ്ങനെ കറങ്ങുന്ന സ്റ്റോപ്പ് വാച്ചിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വന്നവരാ. ഇപ്പോൾ ഡിജിറ്റലും പിന്നെ ഫോണും പിന്നെ വാച്ചിലായിരുന്നു, ഇപ്പോൾ ഫോണിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോ പ്രാവശ്യവും ഓടുമ്പോൾ എന്ത് ചെയ്യണം? സ്പീഡ് വർദ്ധിച്ചു വരണം. അല്ലെ ഹൈറ്റ് ആണെങ്കിൽ, ലോങ് ജമ്പ് ആണെങ്കിൽ, ഹൈ ജമ്പ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കൂടി വരണം. ഓരോ പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ട്രെയിൻഡ് ആവുക എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതത്തിലും നിങ്ങൾ നടക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ പ്രബോധിപ്പിച്ചു. അതിൽ നടക്കേണ്ടത് എങ്ങനെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കർത്താവിനോട് അടുക്കുക. അതിലെന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിക്കുക. ഡീപ്പർ ആൻഡ് ഡീപ്പർ, ഇല്ലേ? ആ ഒരു അനുഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, ജീവിക്കുന്നു. ആ ഒരു ബന്ധത്തിൽ ഒരാഴം, ഡീപ്പർ ഇൻ ടു ദ റിലേഷൻഷിപ്പ്. നിങ്ങൾക്കത് ചിന്തിക്കുന്നുണ്ടോ? യേശുവുമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തല്ല, ഞാൻ സ്നാനപ്പെട്ട സമയത്തെ ബന്ധമല്ല, ഇത്രയും വർഷങ്ങൾ മുൻപോട്ട് പോയി, ഇന്നുള്ള ബന്ധം പോലും അല്ല, നാളെ ഇതിനേക്കാൾ അടുത്തൊരു ബന്ധം. ഈ ബന്ധം അടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വിട്ടുപിരിയാൻ പറ്റത്തില്ല. ബന്ധം അടുക്കുന്ന അനുസരിച്ച് കർത്താവിനെ ദുഃഖം വരുത്തുന്ന ഒന്നും ചെയ്യുവാൻ അങ്ങനെയല്ലേ ഒരു ബന്ധത്തിൽ എന്ത് ചെയ്യുന്നു? ഡീപ്പർ ഇൻ ടു ദ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ആ ബന്ധത്തിൽ നിങ്ങൾ അടുത്ത് വരണം. ആ കൂട്ടായ്മ, യോഹന്നാൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആ ഫെലോഷിപ്പ്. ഒന്ന് വായിച്ച പെട്ടെന്ന്, 1 യോഹന്നാൻ 1-ാം അധ്യായം 6-7 ഒന്ന് വായിച്ചോ. 1 John chapter 1 verse 6 and 7. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഞാൻ വെളിച്ചത്തിലായി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുട്ടിൽ നടക്കുവാണെങ്കിൽ, ആൾക്കാർ നമ്മൾ വിചാരിക്കും ഞാൻ ഒത്തിരി ഇരുട്ടിലൊന്നും അല്ലല്ലോ. നിങ്ങൾ ശരിക്കും വെളിച്ചത്തിലല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണ്? നിങ്ങൾ ശരിക്കും ആത്മാവിനല്ല നടത്തപ്പെടുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിലാണ്? ഇഫ് യു ടേക്കിംഗ് യുവർ ഓൺ ഡിസിഷൻസ്, യു നോട്ട് ബീങ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല, നിങ്ങൾ ഇരുട്ടിലാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇരുട്ടിലാന്ന് നിങ്ങൾ ജാതികളെന്നോ പിന്മാറ്റക്കാരല്ല, അങ്ങനൊന്നും അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഐ എം വാക്കിംഗ് വിത്ത് ഹിം, ഹാൻഡ്സ് ടുഗെദർ, കൈ ചേർത്ത് ഒന്നിച്ച് ഞങ്ങൾ നടക്കുക. ഈ നടപ്പിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കർത്താവ് എന്നെ ചോദിച്ചാലും എന്ത് ചെയ്യത്തില്ല എന്നറിയുന്ന വിഷയങ്ങൾ ഞാൻ തന്നെ എന്ത് ചെയ്യും, പിള്ളേരൊക്കെ ചെയ്യുമല്ലോ, കൈ അങ്ങ് വിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന പോലെ ഇടയ്ക്ക് നമ്മുടെ ഒരു ടേണിങ്. ഞായറാഴ്ച ഞാൻ കർത്താവിൻ്റെ കൂടെ, സഭായോഗത്തിൻ്റെ സമയത്ത് ഒന്നിച്ച, അത് കഴിഞ്ഞു എൻ്റെ വഴികൾ, എൻ്റെ ചില ഇഷ്ടങ്ങൾ, എൻ്റെ ചില സ്വഭാവങ്ങൾ, എൻ്റെ ചില വ്യക്തിത്വങ്ങൾ നടത്തിച്ചെടുക്കുവാണെങ്കിൽ യു ഹാവ് നോ റിലേഷൻഷിപ്പ് വിത്ത്. ഇവിടെ പറയുന്നത് എന്തോ, നിനക്ക് കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇനി ഒരു കാര്യം കൂടെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യേശുവുമായിട്ടും ബന്ധമുണ്ട്, ഞാനുമായിട്ടും ബന്ധമുണ്ട് എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലന് ബന്ധമുള്ള ആരുമായിട്ടാണ്? വെളിച്ചത്തിൽ നടക്കുന്നവരുമായിട്ടാണ്. അപ്പോസ്തലന് വലിയ കൂട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഒത്തിരി പേരുമായിട്ട് ഉണ്ടാകേണ്ടതാണ്, ഒത്തിരി പേരെ അറിയാം. പക്ഷെങ്കിൽ ആ കൂട്ടായ്മ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ തുടരുന്നത് ആരുമായിട്ടാണ്? വെളിച്ചത്തിൽ നടക്കുന്നവരുമായിട്ട്. അവിടെ ഓർത്തോണം, വിശ്വാസികൾ ഒത്തിരി കാണും, ബന്ധുക്കോസുകാർ ഒത്തിരി കാണും, പല കൂട്ടുകാർ കാണും. നോ, ഇപ്പോഴും വെളിച്ചത്തിൽ നടക്കുന്നവരുമായിട്ട് കൂട്ടുകൂട്ടിയില്ലെങ്കിലുള്ള കുഴപ്പം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം വരും. അതുകൊണ്ട് കർത്താവ് ഈ ഹാനോക്കിനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അയ്യോ ആ ഭാഗമൊക്കെ ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ എത്ര ഭാഗ്യമായില്ലേ, കർത്താവിനോട് കൂടി ഓൾ ദ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ് നേരിട്ടേക്കുന്നത്. ഈ വാക്ക് വിത്ത് ദ ലോർഡ്, ജീവിതത്തിൻ്റെ എല്ലാ നേരവും എല്ലാ ദിവസവും. ഒരു മനുഷ്യനങ്ങനെ പറ്റുമോ? തൻ്റെ കുടുംബസ്ഥനല്ലായിരുന്നോ? അതിൻ്റെ അർത്ഥം താൻ ഭാര്യയും പ്രസാദിപ്പിച്ചില്ല, അതിൻ്റെ ഇടയ്ക്ക് ഭാര്യയോ മക്കളെയോ പ്രസാദിപ്പിക്കാൻ പോയായിരുന്നു കർത്താവിനോട് കൂടി എന്ന് വിചാരിച്ച് അടിയുണ്ടാക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. കുടുംബമുള്ളപ്പോൾ തന്നെ ലോകത്തിൽ മറ്റുള്ള ബന്ധുക്കളും ജോലികളും, ജോലി ചെയ്യാതെ ആരും കഴിക്കില്ലെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഹാനോക്ക് നല്ലപോലെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ്. ഉത്തരവാദിത്വങ്ങളും എല്ലാം ഉള്ളപ്പോൾ തന്നെ ഹീ വാക്ക് വിത്ത് ദ ലോർഡ് ഓൾ ദി ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ്. എല്ലാ ദിവസവും ദൈവത്തോട് ചേർന്നാണ്. അതാ ഒരു പെർഫെക്ഷൻ. കർത്താവ് തന്നെ എന്ത് ചെയ്തു? നേരിട്ടങ്ങ് സ്വർഗത്തിലേക്ക് ചേർത്തു. കാഹളം ഊതുമ്പോഴും ഈ ഒരു പെർഫെക്ഷൻ നടക്കുവാണെങ്കിൽ മാത്രമേ, ഹാനോക്കിൻ്റെ ഒരു ലെവൽ മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ അതിലും ഡീപ്പർ. പക്ഷേ നമ്മുടെ ശരിക്കുള്ള ലെവൽ എന്ന് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഈ രാവിലെ എഴുന്നിട്ട് ഇങ്ങനെ കട്ടിലയിൽ ആടിയിരിക്കുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. രാത്രിയിലും ഇങ്ങനെ ആടി അങ്ങ് ഉറങ്ങിപ്പോകുന്ന ഉറങ്ങി അങ്ങ് വീഴുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. ശരിക്കും കർത്താവിൻ്റെ സന്ധിയിൽ ഒന്ന് ആഴത്തിൽ, കർത്താവേ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരടുപ്പം, ഒന്നുകൂടെ ഒരു സ്നേഹം, ആ സ്നേഹത്തിൽ വർദ്ധിക്കുമ്പോൾ മറ്റൊന്നും ഇല്ലെന്നേ. നത്തിങ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ്. ഒന്നും കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും ജോലിയും ബിസിനസ്സും ഒന്നും അതിനേക്കാൾ വലുതല്ലെന്നേ. ആ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണ് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുന്നത്, അല്ലേ? കാഹളം ഊതുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ കിടന്ന് എൻ്റെ കർത്താവേ എന്നെ കൈവിട്ടത് എന്താണെന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു ചാൻസ് കൂടി തരണമേ. അത് അനവാൻ ഒത്തിരി ചോദിച്ചു. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഈ ലാസറിനെ എന്ത് ചെയ്യേ, ബാക്കി എൻ്റെ സഹോദരങ്ങളോട് നരകത്തിൽ വരാതെ അവരെങ്കിലും, അവിടെ പ്രവാചകന്മാരും ദേവദാസന്മാരും ഉണ്ട്, അവരുടെ വാക്ക് കേട്ടില്ലെങ്കിൽ ഇനി ലാസർ ഇവിടെ. കാര്യം കർത്താവിനറിയാം അത് എന്ത് ചെയ്യുന്നത്. കർത്താവിൻ്റെ മകനെ, അല്ലെങ്കിൽ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ദൈവപുത്രൻ ഇറങ്ങി വന്നിട്ട് പോലും ഈ യഹൂദന്മാരെന്ത് ചെയ്തില്ല, തൻ്റെ സ്വന്തം ജനം തന്നെ സ്വീകരിച്ചില്ല. തൻ്റെ സ്വന്തം ജനം, താൻ യഹൂദ ഗോത്രത്തിൽ അതിനു വേണ്ടി ജനിച്ചു, തൻ്റെ സ്വന്തം ജനം തന്നെ എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന ചാൻസിൽ ബലപ്പെടുക. ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഡീപ്പ് സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥന എനിക്ക് അത് വളരെ നമ്മളെ ബലപ്പെടുത്തും. സങ്കീർത്തനം 17:15, Psalms 15:5. എൻ്റെ നടപ്പ് നിൻ്റെ ആ പാതയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ മൈ സ്റ്റെപ്സ് ഇൻ യുവർ പാത്ത്. കർത്താവിനെ പിൻപറ്റുവാൻ ആ പാത, യേശു പോയ ആ പാത, മറ്റുള്ള
വലിയ അപ്പോസ്തലന്മാരെന്നൊക്കെ ഈ ലോകത്തിൽ പറയുന്നവരല്ല നമ്മൾ പിൻപറ്റേണ്ടത്. ആരെയാണ് പിൻപറ്റേണ്ടത്? എന്നെയും അല്ല പിൻപറ്റേണ്ടത്. ആരെയാണ് പിൻപറ്റേണ്ടത്? ഞാനും ഒരു പോയിൻ്റ് ബോർഡ് മാത്രമേ ഉള്ളൂ. ആരെയാണ് പിൻപറ്റേണ്ടത്? യേശുവിനെ. ഈ നാളുകളിലൊക്കെ ഈ ദൈവദാസന്മാരുടെ ആരാധന കൂടുക, അവർ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങ് ദൈവദാസന്മാരങ്ങ് സൂപ്പർമാനായി തീർന്ന് അവിശ്വാസികളെല്ലാം തന്നെ അങ്ങ് പുകഴ്ത്തുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്ന ഒത്തിരി 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 കൂട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളായിരിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആരെയാണ് പിൻപറ്റേണ്ടത്? യേശുവിനെ. ആ പാതകൾ കൂടെ എന്നെ ഒന്ന് നടത്തണമേ, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? സാത്താൻ വന്ന് എന്നെ, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പഠിച്ചില്ലേ, പ്രലോഭനങ്ങൾ, പരീക്ഷകൻ വന്ന് നിങ്ങളെ പരീക്ഷിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ അധ്വാനമെല്ലാം വെറുതെ ആയി പോയല്ലോ. അതുകൊണ്ട് ആ കറക്റ്റ് പാതയിൽ കൂടെ പോകുവാൻ, അതായത് ഇവിടെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിൽ നിങ്ങൾ ആ നടക്കേണ്ടത് പോലും, എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് നടക്കേണ്ടത്. ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ജീവിതം 100% കറക്റ്റാണ്, ദൈവത്തിന് പൂർണ്ണ പ്രസാദമാണ് എന്നെപ്പറ്റി എന്ന് പറയാൻ പറ്റുമോ? പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇല്ലല്ലോ. ഒരു മനുഷ്യനും അങ്ങനെയല്ല. നമ്മളൊക്കെ കുറവുള്ള മനുഷ്യരാണ്. പക്ഷേ ദൈവത്തിനെ കൂടുതൽ പ്രസാദിപ്പിക്കുവാനാണല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ടു പ്ലീസ് ഹിം മോർ, ഒന്നുകൂടെ എൻ്റെ വഴികളെ ഒന്ന് കറക്റ്റ് ചെയ്യുവാൻ എന്നെ സഹായിക്കണം, അതിൽ വർദ്ധിച്ചു വരട്ടം എന്ന് പറഞ്ഞിട്ടാണ്. കാരണമുണ്ട് കേട്ടോ. ഈ ദേശത്ത് നിങ്ങൾ വിചാരിക്കും ഈ ഒരു പാപമൊക്കെ എഴുതിയിരിക്കുന്ന ഈ ഭാഗം എന്തിനാ എന്നെ ധ്യാനിക്കാൻ പോയത്? അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുമല്ലേ. നമ്മൾ വാക്യപ്രതി 3-4 ഒന്ന് വായിച്ച്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ദുർനടപ്പ് വിട്ട് വിശുദ്ധിയിൽ എന്ത് ചെയ്യട്ടെ? താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധിയിൽ താൻ്റെ പാത്രത്തെ. ഞാൻ 1-ാമത്തെയും 2-ാമത്തെയും വാക്യം വായിച്ചില്ലേ? ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ഡീപ്പർ ഇൻ ടു ദ റിലേഷൻഷിപ്പ്. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരിക, അതിലൊന്നൊന്ന് ഡീപ്പായിട്ട് വരിക, അതിൽ വളർന്നു വരിക. അതിൽ വളർന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സാത്താൻ പരീക്ഷകനുണ്ട്, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന പരീക്ഷകനുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ക്ഷീണിപ്പിച്ച് കളയും, നമ്മളെ വീഴ്ത്തിക്കളയും. അപ്പോൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരിക. 2-ാമത്, ഈ ദേശം ഏതാണെന്നറിയാം? തെസ്സലോനിക്ക ദേശം. ഇതൊരു റോമൻ അധീനതയിലുള്ള ആ ഒരു ദേശം. നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇന്നാണ് ഇത് ഇപ്പം ഇറ്റലിയും റോമും ഫ്രാൻസും ഒക്കെ വേറെ വേറെ രാജ്യങ്ങളായ. അന്ന് അത് ഓൾ ദ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയുന്ന പോലെ അന്ന് റോമൻ ചക്രവർത്തിയുടെ കാലത്ത് ഈ യൂറോപ്യൻ മെഡിറ്ററേനിയൻ ഉൾക്കടലിൻ്റെ മേളിലോട്ടുള്ള ആ ഒരു രാജ്യങ്ങൾ മുഴുവൻ ഒന്നിച്ച് കിടക്കുകയും ചക്രവർത്തി അത് ഭരിക്കുകയൊക്കെ ചെയ്ത ഒരു ദേശം, പാപം നിറഞ്ഞ ദേശം. ഇവിടെ എഴുതിയിരിക്കുന്ന ദുർനടപ്പിനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു ദുർനടപ്പ് ഓരോരുത്തരും അവൻ സെക്ഷുവൽ ഇമ്മോറാലിറ്റി. മലയാളത്തിൽ ദുർനടപ്പ് എഴുതിയിരിക്കണം, ഇംഗ്ലീഷിലും മൂലഭാഷയിലൊക്കെ വളരെ വ്യക്തമാണ്. സെക്ഷുവൽ ഇമ്മോറാലിറ്റി. അതിൽ ഭയങ്കരമായിട്ട് ആ ദേശത്തിൻ്റെ ഒരു കൾച്ചർ, ഈ ഫ്രാൻസും പാരീസും ചേർന്ന് കിടക്കുന്ന ദേശങ്ങൾ, അല്ലെ ഗ്രീസും ഏതൻസ് അതിൻ്റെ ക്യാപിറ്റൽ, അതെല്ലാം അന്നും ഇന്നും ഒക്കെ എന്തുവാ? പാപം നിറഞ്ഞ ദേശമാണ്. ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസിലൊക്കെ പപ്പ ബെൽജിയത്താണ് പഠിച്ചത്, സ്പെഷ്യലൈസേഷൻ ചെയ്ത്. ആ സമയത്തൊക്കെ സ്ഥലം കാണാൻ, ഐഫിൽ ടവറും ഒക്കെ കാണാനൊന്ന് പാരീസിലേക്കൊക്കെ പോയ സമയം ഓർക്കുന്നു. അത് വിവാഹത്തിന് മുമ്പാണ്. താൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഒരു ഗിഡിയോൺസിൻ്റെ ബൈബിളോ ഏതാണ്ട് ആ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് താൻ അത് എടുത്തു. അത് എടുത്തിട്ട് താൻ ആ ബൈബിൾ ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട്, അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കറക്റ്റ് പറഞ്ഞേനെ, നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് താൻ പാരീസിൽ നടന്നത്. കാര്യം അതില്ലാതെ ആദ്യം ഒന്ന് നടക്കാനൊന്ന് ശ്രമിച്ചു, ഒരു രക്ഷയില്ല. ഇത് 76-ലെ കാര്യമാണ് പറഞ്ഞത്, 75 ഐ തിങ്ക്, 75-ലെ കാര്യം. അന്ന് പോലും ഈ പാരീസിൽ ഒരാളോട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല, വലിച്ചുകൊണ്ടങ്ങ് പോകുമെന്നാണ് പറയുന്നത് പാപത്തിലേക്ക്. അല്ലെങ്കിൽ ആൾക്കാർ വന്ന് വലിച്ചുകൊണ്ട് അതിനിങ്ങനെ നടക്കുക. അപ്പം പിന്നെ ഇന്ന് 75-ലെ കാര്യം അതാണ്. പിന്നെ ഇന്നത്തെ 50 വർഷത്തിൻ്റെ ശേഷമുള്ള പാപം ഞങ്ങൾക്ക് പറയണം. അന്ന് അതിനുവേണ്ടി പിന്നെ തിരിച്ച് ഉടനെ പറഞ്ഞു ഹോട്ടലിൽ ചെന്നു, റൂമിൻ്റെ അകത്തുനിന്ന് ബൈബിൾ എടുത്തു. ഞാൻ ബൈബിൾ ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് നടന്നു എന്ന് പറഞ്ഞു. കാര്യം ആൾക്കാർ കാണട്ടെ, ഹോളി ബൈബിൾ എന്ന് കാണട്ടെ. എന്നിട്ട് പോലും വിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ഒരു സ്ത്രീയൊക്കെ വന്ന്, ഒരു പെങ്കൊച്ചൊക്കെ വന്ന് അടുത്ത് വന്നിട്ട് ബൈബിളിൽ കണ്ടിട്ടും വിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ദേശമാണ് അന്ന്.
പിന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ ഈ പറഞ്ഞ എന്താ ഗേൾസ് ആൻഡ് വൈൻ എന്നൊക്കെ അവർ ഫ്രഞ്ചുകാർ പറയുന്നത്. അതില്ലാത്തൊരു കൾച്ചറില്ല. അതിന് എന്നാ കുഴപ്പം? ഇത് കൊരിന്ത്യ സഭയോട് പറയുമ്പോഴും ഇത് പറയുന്നുണ്ട്. നമുക്കിന്ന് ആ ഭാഗം വായിക്കാം. ഇവിടെ തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ നമ്മളൊരു പ്രതിവാക്യമായിട്ട് പഠിച്ചു വരുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ പഠിച്ചു വരിക. കാര്യം പൊതുവെ ദേവദാസന്മാർ ഈ ഒരു ഭാഗത്ത് നിന്ന് അധികം ശുശ്രൂഷിക്കാറില്ല. പക്ഷേ ഇത് പണ്ട് റോമിലെ തെസ്സലോനിക്ക ദേശത്തെ ഒക്കെ ഒരു കൾച്ചറായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലും ഒട്ടും ഇതൊരു ദേശത്തിൻ്റെ കൾച്ചറായി. അതിനെന്നാ ചെറുപ്പക്കാർ തൊട്ട് ചോദിക്കുന്ന, അല്ല ദൈവമക്കളിലുള്ളവർ പോലും ചോദിക്കുന്ന അതിന് എന്നാ കുഴപ്പം? അപ്പം കല്യാണം വിവാഹം കഴിച്ചവരും പ്രായമുള്ളവരും ഒക്കെ എല്ലാം റിലേഷൻഷിപ്സിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചില്ലേ, ഒരു അച്ഛൻ ഇവിടെ കൗൺസിലിങ്ങിൽ വന്ന കുറച്ചാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. താൻ മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡായിപ്പോയി. വളരെ സ്നേഹിതനാ. 2 ആഴ്ച ഒരു 10 ദിവസം ഒരാഴ്ച മുമ്പോട്ട് താൻ എനിക്ക് മെസ്സേജ് അയച്ച് വളരെ തൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞതേ. വളരെ ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട്. അപ്പം താൻ ആ കാര്യങ്ങൾ കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് വാട്സാപ്പ് കോളായിരുന്നു, പിന്നെയാണ് പേഴ്സണൽ ഫോണിൽ നിന്ന് വിളിച്ചത്. അതുപോലെ തനിക്ക് പറയാനുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഒരു പ്രായമുള്ള ഒരു സ്ത്രീ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് താൻ പറഞ്ഞു, ഒരു 75-78 വയസ്സുള്ളൊരു സ്ത്രീ ഈ ചെറുപ്പക്കാരനായ അച്ഛനെ വിളിച്ചു, ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വൈനും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ചേക്ക്, ഇന്ന് രാത്രി എൻ്റെ കൂടെ വരാൻ. താനിതെല്ലാം കൂടി കണ്ട് അവിടെ തമ്മിലുള്ള ആൾക്കാരാണും ഇതിന് മധ്യത്തിൽ ഇവർ 4 അച്ഛന്മാരോ എന്ന് വെച്ചാൽ ഈ അച്ഛന്മാർ തമ്മിൽ ആണുങ്ങളും ബന്ധം ഇതെല്ലാം കൂടി കണ്ടിട്ട് താൻ ശരിക്കും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ ഒരാളാണ്. താൻ ഡിസ്റ്റർബ്ഡായിപ്പോയി, ഡിപ്രഷനിലായിപ്പോയി, മരുന്നുകൾ കഴിച്ച് അവരുടെ കൗൺസിലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി, ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് രക്ഷയില്ലാതെ തൻ്റെ കൂടെ സെമിനാരി പഠിച്ച നമ്മളിവിടെ വന്നല്ലോ, ഒരു അച്ഛൻ വന്നല്ലോ ഇവിടെ. ആ അച്ഛൻ ഇപ്പം വിശ്വാസമല്ല പുള്ളി. താൻ പറഞ്ഞാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞത് അച്ഛന്മാർ പോലും ഡിസ്റ്റർബ്ഡായി പോകുന്ന ഒരു പാപം. ഇത് ജർമ്മനിയുടെ കാര്യം ഞാൻ പറയുന്നത്. ജർമ്മനിയിലെ ഒരു കൺട്രി സൈഡ് അവർക്ക് 27 പള്ളികളാണ് ഈ 4 അച്ഛന്മാർക്ക് കൊടുത്തത്. 3 മലയാളി അച്ഛന്മാർ, ഒരു തമിഴിനച്ഛൻ. അതിൻ്റെ അകത്ത് 14 പള്ളിയിലെ ശുശ്രൂഷ നടക്കുന്നുള്ളൂ. 14 പള്ളികളാണ് ഇവർ ഡിവൈഡ് ചെയ്ത് പല സമയത്തായിട്ട് ശുശ്രൂഷിക്കുന്നത്. ആ അച്ഛൻ 2 വർഷം നിന്നേ ഉള്ളൂ. ജീവനും കൊണ്ട് ഓടി തിരിച്ചു വിടുവാൻ. ജീവനും കൊണ്ട് എൻ്റെ ഇത് ചെയ്തു. വികാരി എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് മാറി താൻ കുറച്ചാൾ പഠിക്കുവാന്ന് പറഞ്ഞ് താൻ ഇപ്പോഴങ്ങനെ അവസ്ഥയിലായിരിക്കും മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടുത്തെ പാപം ഈ ദേശം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെസ്സലോനിക്ക ദേശത്തോട് പറയുന്നത് മനസ്സിലായോ? ഫ്ലീ അവേ ഫ്രം സെക്ഷുവൽ ഇമ്മോറാലിറ്റി. ആ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം. അപ്പം ഇത് പതുക്കെ നമ്മൾ ആത്മീയമായിട്ട് ഒരു ദേശത്തിൻ്റെ കൾച്ചർ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന നമ്മുടെ വിശ്വാസി കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് എനിക്ക് വലിയ വിഷമമുണ്ട്. ദൈവദാസന്മാർ പോയാൽ പിടിച്ചേക്കാൻ പറ്റാത്ത ദേശം. അവിടെ ഒന്നും അങ്ങനെ ദൈവമക്കളോ പ്രാർത്ഥനാ കൂട്ടങ്ങളോ ഒന്നും ഇല്ലാത്ത ദേശങ്ങൾ ഓരോ കൺട്രി സൈഡിലേക്ക് പോകുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് അവർ നിൽക്കും എന്നാണോ പറയുന്നത്? ഈ പാപത്തെയൊക്കെ ജയിച്ച് നമുക്കറിയാമല്ലോ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തൊരു വിശ്വാസി നല്ല ദൈവഭയത്തോട് ജീവിച്ച കുടുംബങ്ങളുടെ തലമുറയുടെ അവസ്ഥ എന്തുവാ? ഒരു ഇച്ചിരി പണം നോക്കിയോ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ദേശത്തേക്ക് അയക്കുമ്പോൾ അവരതിനുള്ള പ്രായവും ഞാൻ പറഞ്ഞിട്ട് കുടുംബസ്ഥരായിട്ട് വേണം അവരെന്ത് ചെയ്യണം, ദേശത്തോട്ടും പൊക്കോളാൻ പറയാൻ. അല്ല അവരുടെ ചെറുപ്പത്തിൽ ഇവിടെ സഭയോടാണ് പ്രബോധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ നമ്മൾ ഈ കഴിഞ്ഞ അധ്യായം ലാസ്റ്റും ഈ അധ്യായം തുടക്കവും നമ്മൾ ചിന്തിച്ചതേ ഉള്ളൂ. ദൈവത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. യുവർ പെർഫെക്ഷൻ. ദൈവം നിങ്ങളെ പണിത് കൊണ്ടുവരുന്നത് യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കുവാൻ, പരിശുദ്ധനായവൻ്റെ കൂടെ ജീവിക്കുവാനായിട്ടാണ്. ഇങ്ങനെ നിങ്ങളെ സാത്താൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൻ്റെ ദുർനടപ്പിലും ലോകസ്നേഹത്തിലും ദ്രവ്യാഗ്രഹത്തിലും ലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെ കുഴച്ച് പെട്ടെന്ന് കാഹളമൂതും. നിങ്ങൾ അവസാനം എന്ത് ചെയ്യത്തില്ല? എടുക്കപ്പെടത്തില്ല. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടും. ഒരു ചാൻസേ ഉള്ളൂ എന്നറിയാമല്ലോ. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടും. സ്തോത്രം. അതുകൊണ്ടാണ് തെസ്സലോനിക്കർ സഭയെ പറയുന്നത്, നിങ്ങളിപ്പം നടക്കുന്ന ആ വഴികളിൽ, ആ ക്രിസ്തുവിൻ്റെ പാതയിൽ, ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എബൗണ്ട് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്, ഡീപ്പർ ഇൻ ടു ദാറ്റ്, എബൗണ്ട് മോർ ആൻഡ് മോർ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടാണ്. ഇതാണ് നിങ്ങളെ പറ്റിയുള്ള ഇഷ്ടം, നിങ്ങളുടെ ശുദ്ധീകരണം. വേറെ ഒന്നുമല്ല. കർത്താവിന് ഇഷ്ടം എന്തുവാ? ദൈവത്തിൻ്റെ ഹിതമോ? ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, യുവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ കുഞ്ഞുങ്ങളോട് എന്തോ പറയേണ്ടത്? നിങ്ങൾ ഇന്നതാകണം. പണ്ട് ഡോക്ടറും എഞ്ചിനീയറും ആയിരുന്നു.
ഇപ്പം വേറെ ഒത്തിരി ഫീൽഡുകൾ പറയാൻ പേരൻസിനും ഉണ്ടല്ലോ. പേരൻസും ഇപ്പം കുറച്ച് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു പല ഫീൽഡുകൾ. ഇതാ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം, നീ ഇന്നതാകണം. നാളെ ഒരാൾ പറഞ്ഞു ഞാൻ മെഡിസിന് വിട്ടു, കാരണം ആരെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, മെഡിക്കൽ ക്യാമ്പ്സ് നടത്താൻ പറ്റുമല്ലോ, ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ്സ്. ഇതാ എൻ്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിൻ്റെ ഇത് ജാതികളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പുതിയ എന്താ നാളെ ആരണ്ട് പറഞ്ഞല്ലോ, ഇത് പുതിയ ഐഡിയ ഒന്നും അല്ലല്ലോ, ഫ്രഷ് ഐഡിയ ഒന്നും അല്ലല്ലോ, ഇത് പഴയ കാര്യമല്ലേ, ജാതികളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ എന്തുവാ പറയേണ്ടത്? ദൈവത്തിൻ്റെ ഹിതമോ നിൻ്റെ ശുദ്ധീകരണം. തിങ്കളാഴ്ച പറയണം, ചൊവ്വാഴ്ച പറയണം, ബുധനാഴ്ച പറയണം. കുഞ്ഞുങ്ങളെ പോയി പ്രാർത്ഥിക്കുക. എന്തിനാണ്? ടു ബി മോർ സാങ്ക്ടിഫൈഡ്. ഒത്തിരി പ്രലോഭനങ്ങളുള്ള പാപം വസിക്കുന്ന ഈ ദേശത്തെ സഭയോടാ, ചെറുപ്പക്കാരോടല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ദേശത്തിൻ്റെ കൾച്ചർ അങ്ങനെ ആയിരിക്കുമ്പോൾ ആണും പെണ്ണും പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം പെട്ടെന്ന് ആ ദേശ അധിപതിയുടെ സ്വഭാവം അങ്ങനെ, ശക്തി അങ്ങനെ. താഴോട്ട് 4-5 വായിച്ചു. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ലോകമനുഷ്യർ നടക്കുന്ന പോലെ കാമ വികാരത്തിലല്ല, നോട്ട് ഇൻ പാഷൻ, നോട്ട് ഇൻ ലസ്റ്റ് എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കും. ജാതികൾ, ദൈവത്തെ അറിയാത്തവർ, അവർ പറയുന്നത് എന്തുവാ? ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇതിനെന്നാ കുഴപ്പം? ഇതൊരു ശരീരത്തിൻ്റെ ആവശ്യമല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മളിന്നത് വായിക്കാൻ പോവാം. ഇത് ശരീരത്തിൻ്റെ ഒക്കെ ഒരു ആവശ്യമല്ല, അതിന് എന്നാ കുഴപ്പം? കർത്താവ് ഉള്ളിൽ വസിക്കത്തില്ല. എന്നാ കുഴപ്പം? കർത്താവ് പുതിയ നിയമത്തിൽ മാറിയിട്ടൊന്നുമില്ല. ചിലർ അങ്ങനെ ഒരു വിചാരമുണ്ട്. പഴയ നിയമത്തിലെ കർത്താവ് തന്നെയാണ് പുതിയ നിയമത്തിലെയും കർത്താവ്. ആരാധന പ്രമാണം മാറിയെന്നേ ഉള്ളൂ. അതെന്തിനാണ്? നമ്മൾ ഒന്നുകൂടി വിശുദ്ധരാക്കി തീർക്കുവാൻ. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒരു ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വസിക്കണമെങ്കിൽ അത് പ്രമാണപ്രകാരം, മോശയ്ക്ക് കൊടുത്ത പ്രമാണപ്രകാരം പണിതതായിരിക്കണം. സമാപന കൂടാരത്തെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയും ഡീപ്പായിട്ടൊക്കെ ചിന്തിക്കുകയും, നിങ്ങൾ ഈ ദിവസങ്ങൾ പലരുടെയും ബൈബിൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണല്ലോ. അവിടെ എന്തെങ്കിലും അനുസരണക്കേട് കൂടി മഹാപുരോഹിതൻ, നിങ്ങൾക്കറിയാവും ആ കാലത്തിൽ ഒരു യഹൂദ കമ്മ്യൂണിറ്റിക്കകത്ത് മഹാപുരോഹിതൻ്റെ പ്രാധാന്യതയും തൻ്റെ ഒരു പവറും അതോറിറ്റിയും ഒക്കെ എന്തുവാണെന്നറിയാം. സന്നദ്ധൻ സംഘത്തിൻ്റെ പോലും മേലധികാരി ആരാ? ദ ഹൈ പ്രീസ്റ്റാണ്. അപ്പം മഹാപുരോഹിതൻ പോലും ഒരു കുറവോടുകൂടി അതിപരിശുദ്ധ സ്ഥലത്ത് കയറിയാൽ അവൻ മരിച്ചു വീഴും ഓൺ ദ സ്പോട്ട്. അതിനാണ് സ്വർണ്ണ ചങ്ങലയൊക്കെ വയറ്റി കെട്ടിയിരിക്കുന്നത്. ആ മരിച്ച ശരീരം എടുക്കാൻ പോലും ഒരു മനുഷ്യന് കയറാൻ അവന് മരിച്ചു പോകും. അപ്പോൾ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബിൽഡിങ്ങിലല്ല, ഇവിടെ അല്ല, ഇതൊരു കൊച്ചൊരു ഹാൾ. ഇനി ഏത് മനോഹരമായ ഹാൾ, ഇനി ഒരു കർട്ടനിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാലോ. ബൈബിൾ പറയുന്നു പുതിയ നിയമത്തിൽ മനുഷ്യനിർമ്മിത, അതാണ് ഈ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വ്യത്യാസം. മനുഷ്യനിർമ്മിതമായ ഒന്നിലുമല്ല ഞാൻ വസിക്കുന്നത്, നിൻ്റെ ഹൃദയമാണ് എൻ്റെ ആലയം. ദ ഹൗസ് ഓഫ് ഗോഡ്, യുവർ ഹാർട്ട്. ഈ ഹൃദയത്തിലാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രോസസ്സും ചെയ്യുന്നത്. കാമവികാരം, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ദ്രവ്യാഗ്രഹങ്ങൾ. എനിക്ക് അത് വേണം, ഇത് വേണം, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലിയ നിലയിലാകണം. ആരാണ് ആഗ്രഹിക്കാത്തത്? മനുഷ്യരല്ല, ജാതികളും ആഗ്രഹിക്കുന്നില്ലേ? ഒത്തിരി നമ്മുടെ ഈ വലിയ, എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി വർധനമുണ്ടാകണം. ഞാൻ ലക്ഷറിയിലൊക്കെ ജീവിക്കുന്ന, ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ജാതികളെപ്പോലെ ദൈവമക്കളായി തീരാതെ. ഇതെല്ലാം എന്തുവാണ്? ജഡത്തിൻ്റെ ആഗ്രഹം. എന്നെ ഇങ്ങനെ സ്വപ്നം കാണിപ്പിക്കുന്ന എല്ലാ ലോകത്തിൻ്റെ നന്മകളൊക്കെ സ്വപ്നം കാണിക്കുന്ന ആഗ്രഹിപ്പിക്കുന്ന മുഴുവനും എന്തോ പരിശുദ്ധാത്മാവാണോ? അല്ല. യേശു പോയ പാതയിൽ എൻ്റെ കൂടുതൽ നടത്തണമേ നമ്മളോട് വായിച്ച. അപ്പോൾ ഇതെല്ലാം ജഡത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. ജഡം, ഈ ബോഡി, ഈ മണ്ണിൽ നിന്ന് വന്ന ഈ ജഡം. അപ്പം ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം? അതിനെ ഒതുക്കണം. ദൈവത്തെ അറിയാത്ത ജാതികൾ തെസ്സലോനിക്ക ദേശത്ത്, അല്ലെങ്കിൽ റോം ഭരിക്കുന്ന ആ ദേശത്ത് മദ്യത്തിലും വ്യഭിചാരത്തിലും കാമവികാരം, അതാണല്ലോ വ്യഭിചാരം, സെക്ഷുവൽ ഇമ്മോറാലിറ്റി എന്ന് വ്യക്തമായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ ആയിത്തീരല്ലേ. ആ ഒരു കാറ്റ് പോലും നിങ്ങളിൽ അടിക്കല്ലേ. പക്ഷെ നിങ്ങൾ എങ്ങനെ ആയിത്തീരണം? വിശുദ്ധീകരണത്തിലും മാനത്തിലും. ഇത് ദൈവം വസിക്കേണ്ട ഭവനമാണ് ഈ ഹൃദയം. ഈ ഹൃദയത്തിൽ ആരോടുമുള്ള പിണക്കാട്ട്, പകയാട്ട്, വിഷമമാകട്ടെ, മത്സരം, കോമ്പറ്റീഷൻ ആകട്ടെ, ഒരു ലോകത്തിൻ്റെ ആഗ്രഹം, എൻ്റെ പദ്ധതി,
അതെല്ലാം ഉണ്ടെങ്കിൽ ആര് വസിക്കത്തില്ല. ഈ മനുഷ്യൻ്റെ എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ദൈവമാണ്. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. വസിക്കേണ്ടത് അതിപരിശുദ്ധ സ്ഥലത്തല്ല, ശലോമോൻ പറഞ്ഞ ദേവാലയത്തിലല്ല, വസിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഈ ഹൃദയത്തെ എത്രത്തോളം ഇടയ്ക്കിടയ്ക്ക് ചാടിക്കയറി വരും. കണ്ണിൽ കൂടി കാണുന്നത്, ചെവി കൂടി കേൾക്കുന്ന, ചാടിക്കയറി ഹൃദയത്തിൽ ഒരു മൂലയ്ക്ക് വന്ന് മൂട്ടകൾ ഇരിക്കുന്ന പോലെ, മൂട്ടകൾ പാത്തായിരിക്കുന്നത്. ഈ PG ഒക്കെ നടത്തുന്ന എല്ലാവർക്കും ഈ മൂട്ടകളോട് പോരാടി നല്ല പരിചയമാണ്. ഇതിനെ എങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കാണാം, കണ്ണടച്ച് തുറക്കുന്നതിനെ കാണത്തില്ല, ലൈറ്റ് ഇടുന്നതിന് ട്രൂന്ന് പറഞ്ഞ് ഓടുന്ന കാണാം. എവിടെയെങ്കിലുമൊക്കെ പാത്തിരിക്കും. പക്ഷെ അവരുണ്ട്. അവരെത്ര നാൾ കഴിഞ്ഞാലും 6 മാസം 8 മാസം 1.5 വർഷം എന്നൊക്കെ പറയുന്നത് അവർ പാത്തിരിക്കും. 1.5 വർഷമൊക്കെ പാത്തിരുന്നിട്ട് നമ്മൾ ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ട്, അവർ അവിടുന്ന് പാത്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങി വരും. എന്ന് പറഞ്ഞ പോലെ ഈ പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഹൃദയത്തിൻ്റെ അകത്ത് ഓരോ മൂലയ്ക്കും പാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്ത് പ്രാപിക്കണം? ശുദ്ധീകരണം പ്രാപിക്കണം. എന്നാൽ മാത്രമേ ഞാൻ 20% ശുദ്ധീകരണം പ്രാപിച്ചാൽ അത്രത്തോളം ദൈവസാന്നിധ്യം എൻ്റെ ഉള്ളിൽ വരും. കൂടുതൽ തീരുമാനമെടുത്ത് എന്നെ നമ്മൾ പറയും, ഈ ഒരു ദൈവശക്തി പ്രാപിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ലോകമുള്ളിലുണ്ട്. ആ ലോകം പുറത്ത് കളയുവാൻ, ഓരോ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ഓരോ വിഷയത്തിലും തീരുമാനമെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നിട്ട് ഈ പാത്രത്തെ മാനത്തോടുകൂടി, ദൈവം വസിക്കേണ്ട ഭവനമാണല്ലോ, ഇതിനെ പല ബൈബിൾ ഭാഷയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാത്രം, വെസൽ. ബൈബിൾ മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ചോസൺ വെസൽ എന്നൊക്കെ നമുക്ക് കാണാം, ഇല്ലേ? ഈ പാത്രത്തെ മാനത്തിനു വേണ്ടിയും ശുദ്ധീകരണത്തിനുമായിട്ടും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. സ്തോത്രം. മാനത്തിനായിട്ടും ശുദ്ധീകരണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങൾ എന്തു ആയിക്കോട്ടെ, നമ്മുടെ പഴയ അനുഭവങ്ങൾ എന്തു ആയിക്കോട്ടെ, നമ്മൾ ഇനി ജീവിക്കേണ്ടത്, ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ ജീവിക്കേണ്ടത് അഭിമാനത്തോടു കൂടിയാണ്. ജീവിക്കേണ്ടത് ദൈവം എന്നിൽ വസിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസോടു കൂടിയാണ്. ഐ ആം നോട്ട് എലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല. വലിയവനായ ദൈവം, പിശാചിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പാരമ്പര്യ ശക്തിക്കോ കൂടോത്രത്തിനോ മന്ത്രവാദത്തിനോ എൻ്റെ ഏരിയയിൽ വരാൻ കഴിയത്തില്ല. ഞാൻ മാനമുള്ള ഒരു പാത്രമാണ്. ദൈവം എന്നിൽ വസിക്കും. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഒരു ദുഷ്ടശക്തിയും അടുക്കത്തില്ല. അപ്പം യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. നിൻ്റെ ഹൃദയത്തെ ഈ അപമാനവും ഈ ലോകത്തിൻ്റെ ദുഷ്ചിന്തകളും പാപചിന്തകളും വന്നാൽ, മനുഷ്യനായതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലും വരും, നിങ്ങളുടെ ഹൃദയത്തിലും വരും, ചാടിക്കയറി വരും. ഉടനെ എന്ത് ചെയ്തോണം? പുറത്ത് കളഞ്ഞോണം. അവിടെ അങ്ങ് ബ്രേക്ക് പിടിച്ചോണം. അങ്ങനെ ഒരു ചിന്ത വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന കസേര എഴുന്നേറ്റോ, പൂമുറിക്കകത്തോട്ട് പോയോ, മുട്ടുമടക്കി നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റോ, എന്നിട്ട് ഒരു ഏകാഗ്രതയുള്ള സ്ഥലത്ത് പോയിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോട്, കർത്താവേ, ആ ഒരു ദൈവത്തിന് പ്രസാദമല്ലാത്ത ഒരു ദുശ്ചിന്തയും ഒരു ലോകത്തിൻ്റെ എൻ്റെ ഉള്ളിൽ വരാൻ അനുവദിക്കല്ലേ. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം ദൈവഭയത്തോട്. കാര്യം ദൈവസാന്നിധ്യം എൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. മോശ കണ്ണുനീരോടുകൂടി പറഞ്ഞു, കർത്താവ് എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യില്ലേ? കാരണം എന്നാ? കർത്താവ് കൂടില്ലെങ്കിൽ പരാജയമാണ്. അത് വളരെ വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് മോശ. കർത്താവ് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പരാജയമാണ്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ പാത്രത്തെ വിശുദ്ധീകരണത്തോടെ മെയിൻറ്റെയിൻ ചെയ്തേലേ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യമാണ്. എത്ര സന്തോഷമാണെന്നറിയാം ബോൾഡായിട്ട് തല ഉയർത്തി എന്ന് പറയുവാൻ. നല്ല കൃപയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഒരു കോൺഫിഡൻസ്, ഒരു ബലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാളി ആരാധിക്കുന്ന ഒരു ബംഗാളി കുടുംബം, നേവൽ ഓഫീസറാണ്, ഒരു സീനിയർ ഓഫീസറാണ്. തൻ്റെ മകൻ ബിടെക്കിനൊക്കെ പരാജയമായി ആ കുടുംബത്തിലെ കലഹം നിമിത്തം വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നുപോയി. മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡായി. താനൊരു ട്രെയിൻ കയറി ബോംബെക്ക് അങ്ങ് പോയി. മഹാരാഷ്ട്ര വിഷാവണം തോന്നുന്നു. മഹാരാഷ്ട്ര അടുക്കാറായപ്പം തൻ്റെ കൂടെ ഇരുന്ന ഒരാൾ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തന്നെ പിടിച്ച് തൻ്റെ കൂടെ തിരിച്ച് യാത്ര ചെയ്ത് തൻ്റെ അപ്പൻ്റെ അവിടെ. അന്നോട്ട് തൻ്റെ മുഴുവൻ ഓർമ്മശക്തിയും ഒരിക്കൽ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. ആ സൗമ്യൻ എന്ന് പറയുന്ന ആ സഹോദരൻ സഭ മുഴുവൻ പ്രാർത്ഥിച്ച് അവന് 27 വിഷയം എല്ലാം കൂടെ അവസാനം എഴുതാനുള്ള 13 അല്ല 20 സംതിങ് ആണ്. അത്രയും വിഷയങ്ങൾ ആദ്യത്തെ വർഷത്തെ സപ്ലി തൊട്ട് ഒറ്റയടിക്ക് അവൻ ലാസ്റ്റ് ആ പരീക്ഷയുടെ തലേ ദിവസം തൊട്ട് ബൈബിൾ ക്ലാസ് ഞങ്ങളോട് വന്നിട്ട് രാത്രി ഞങ്ങളുടെ വണ്ടി ഞാൻ ഓർക്കുന്നു അവൻ്റെ ഒരു ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കി വിട്ട് രാത്രി 11:30 കൊണ്ട് ഇറക്കി വിട്ട്. എന്നിട്ട് അവന് ഞാൻ പറഞ്ഞു രാത്രിയിൽ നിന്ന് എന്തോ പഠിക്കാൻ. ഞാൻ അന്ന് അവനോട് ഞാൻ പോലും പറഞ്ഞു പോയി, ഇത്രയും ദൈവനാമം ദുഷിക്കല്ലേ, സഭ മുഴുവൻ പ്രാർത്ഥിക്കുമല്ലേ, പേരൻസൊക്കെ ഇത്രയും എതിർപ്പായിട്ട് നിൽക്കും. ഞാൻ പേരൻസിനോട് പറഞ്ഞു അവനിതിൽ മുഴുവൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ അവനെ അത്ഭുതകരമായിട്ട് അത്രയും വിഷയത്തിൽ BTech കമ്പ്യൂട്ടർ സയൻസ് CS ആണെന്ന് മനസ്സിലാക്കണം. അത്രയും വിഷയത്തിൽ അവൻ ഒറ്റയടിക്ക് ജയിച്ച് അവൻ ഇന്ന് നല്ലൊരു കുടുംബസ്ഥ ഒരു മലയാളി പെങ്കൊച്ചിനെയും കല്യാണം കഴിച്ച് നല്ല സന്തോഷത്തോടുകൂടി ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഒരു കൂട്ടായ്മ നടത്തും. വിശാപണ്ട് ആദ്യം പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മ അത് അത്ര ഇങ്ങോട്ട് വചനത്തിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ അവനും വേറൊരു സഹോദരനോട് ചേർന്നൊരു കൂട്ടായ്മ നടത്തുന്നൊരു ശുശ്രൂഷകനായിട്ട് ദൈവസന്ധിയിൽ കർത്താവ് ശക്തനായിട്ട് ഉപയോഗിക്കും. ആ വ്യക്തിയുടെ പിതാവ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. കാര്യം ഞങ്ങൾക്ക് പുള്ളിയെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഞങ്ങളത് ഒന്ന് കൗൺസിൽ ചെയ്തും പ്രാർത്ഥിച്ചും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഞങ്ങൾ പറയുന്നത് എന്ത് ചെയ്തിട്ട് ഇവൻ കേൾക്കുന്നില്ല. ഒരു ദിവസം അവൻ പിതാവ് എന്നോട് പറഞ്ഞു, പുള്ളി സീനിയർ പോലീസ് ഓഫീസർ, അത് ഈ കൊച്ചി പോലല്ല, ബോംബെയിലും വിശാഖപട്ടണത്തും ഒക്കെ നേവിയാണ് ദേശം ഭരിക്കുന്നത്. അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് തീരുമാനം എടുക്കും. അവർക്ക് ദേഷ്യം വന്ന് അവരടിക്കും, ആരെയും റോട്ടിലിട്ട്, അങ്ങനെ ഒരു നേവി ഭരിക്കുന്ന പട്ടണങ്ങൾ പോലെ. അപ്പോൾ അവർ പോലീസിനോട് പറഞ്ഞാൽ പോലീസ് വന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പം എന്നെ അറസ്റ്റൊന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്ഷനൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പോലീസിനോട് ഞാൻ പറയും, എൻ്റെ മകനെ നിങ്ങൾ എന്ത് ചെയ്തു മതപരിവർത്തനം ചെയ്യുന്നു കാര്യം പുള്ളി പറഞ്ഞത് ഒരു ആസാമിൽ നിന്ന് ഒരു പ്രത്യേക മന്ത്രവാദിയുണ്ട്, പ്രസിഡൻസ് അവാർഡൊക്കെ കിട്ടിയ ഒരാൾ. താൻ ഒരാളെ അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് താൻ മന്ത്രവാദം ചെയ്താൽ ഇങ്ങനെ പൊക്കും. അപ്പോൾ താൻ മന്ത്രം ചെയ്ത് പുള്ളി അതിനുവേണ്ടി ആസാമിൽ പോയി, ബംഗാൾ ആസാം ബോർഡറിലാണ്, പുള്ളിയുടെ അമ്മയാരും ആസാമിയാണ്. അപ്പോൾ ആസാമിൽ ചെന്ന് അത് അവിടുത്തെ ഒരു നല്ല കുടുംബത്തിലെ ആ മന്ത്രവാദം ആനവാൽ മന്ത്രവാദം ചെയ്ത് മോതിരത്തിൽ ചുറ്റി ആ മോതിരവുമായിട്ട് വന്ന് കാര്യം ഇവൻ ആകെപ്പാടെ ഔട്ടായല്ലോ. ഇവൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഇവൻ ഇവിടെ ഇടാൻ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്താൽ മന്ത്രം എടുത്ത്. കാര്യം ഇവൻ പറയുന്നത് യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഇവന് യേശുവിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പാസ്റ്റർ പറഞ്ഞ് ഈ മോതിരം അവനെ കൊണ്ട് ഇടിയിപ്പിക്കണം. അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ മന്ത്രവാദ ശക്തി ഒന്നും ഇനി അവനെ ഫലിക്കത്തില്ല. നിങ്ങൾ എത്ര മന്ത്രം ചെയ്താലും അവനെ ഏക്കത്തില്ല. കാളിയോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. കാളിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കാളി ഭയങ്കര ശക്തിയുള്ളൊരു പിശാച. അതിനകത്ത് പല അനുഭവങ്ങൾ ഞാൻ കൊണ്ട് ആ ഏരിയയിൽ ഒത്തിരി പേര് വിശാഖപട്ടണത്തെ കാളി ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ കാളിയോട് നിങ്ങൾ പ്രാർത്ഥിക്കും, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഇവൻ്റെ മുറിയിലിരുന്ന് യേശുവിനോട് പ്രാർത്ഥിക്കും. ഇനി ഇവനത് ഏക്കത്തില്ല. അപ്പം താൻ പറഞ്ഞു, ഞാൻ ആ മന്ത്രവാദിയോട് പറഞ്ഞാൽ പാസ്റ്ററിനെ വേണേൽ എന്ത് ചെയ്യും, ആ മന്ത്രവാദി മന്ത്രം ചെയ്ത് പൊക്കും. ഞാനപ്പം പുള്ളിയോട് പറഞ്ഞു, ഇന്ന് തൊട്ട് നിങ്ങൾ അറിയാവുന്ന മന്ത്രവാദികളോടൊക്കെ പറഞ്ഞു, ഞാനിവിടെ സന്തോഷമായിട്ട് ഇനി ഒരു ഗ്രൗണ്ടിൽ ഞാൻ വേണേൽ വന്ന് ഇരുന്ന് തരാം, ഒരു 50 പേര് ഇതുപോലത്തെ മന്ത്രവാദികൾ വന്ന് ഞാൻ അതിൻ്റെ മധ്യത്തിൽ നല്ല സ്തുതിച്ച് സന്തോഷമായിട്ടിരിക്കും. അവരിരുന്ന് എത്ര ചൊല്ലിയാലും ഒന്നും നടക്കത്തില്ല. കാരണം എന്നാ, അത് പറയുവാനുള്ളൊരു ബോൾഡ്നെസ് എൻ്റെ ബോൾഡ്നെസ് ഒന്നുമല്ല. താനൊരു പട്ടാള ഓഫീസറുമാണ്, താൻ പറയുന്നത് ഈ മന്ത്രവാദികളുടെ പിൻബലത്തിലുമാണ്. ഒരു സാധാരണ ദൈവ പൈതല്ല. നമ്മുടെ കോൺഫിഡൻസ് അല്ലേ, എത്ര മന്ത്രവാദികൾ പറഞ്ഞാലും, എത്ര മന്ത്രവാദികൾ ചൊല്ലിയാലും, എത്ര കൂടോത്രം ഇന്ന് ദൈവമക്കൾക്ക് എവിടെയെങ്കിലും ഒരു തകടിൽ, ചെമ്പ് തകടിൽ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കടയിൽ കയറത്തില്ല, ഉടനെ അതെന്നെ വന്ന് ബാധിക്കുന്നത്. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് യു. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കർത്താവിനെ സ്തുതിക്കും, കർത്താവിൽ ആശ്രയിക്കാം വിശുദ്ധിയോടുകൂടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ബലത്തോടുകൂടി നിൽക്കണമെങ്കിലാണ്, ഇത് പാപം നിറഞ്ഞ ദേശമാണ്, പാപശക്തിയോടുകൂടി ഈ മന്ത്രവാദ ശക്തിയുമുണ്ട്. കാര്യം നമ്മൾ എൻറ്റൈസ് ചെയ്യുന്ന മയക്കുന്നൊരു. അപ്പം നിങ്ങളുടെ പാത്രത്തെ വിശുദ്ധീകരണത്തിനായിട്ടും മാനത്തിനായിട്ടും സമർപ്പിച്ച് നിങ്ങൾ മുൻപോട്ട് പോകണമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് വായിക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പാപം സെക്ഷുവൽ ഇമ്മോറാലിറ്റി ഭയങ്കര ദുർനടപ്പാണ്, ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. കൊരിന്ത്യർ സഭയോട് പറയുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യം വായിച്ചു. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളും ചിലർ എന്ത് ചെയ്തു, ഈ പാപത്തിലൊക്കെ ഉള്ളവരായിരുന്നു. നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഇപ്പോഴും ആ പാപത്തിൽ ജീവിക്കുക. അവരുടെ മധ്യത്തു നിന്ന് കൊരിന്ത്യ ദേശത്തോട് പറഞ്ഞ് ഈ പാപത്തെ നിന്ന് നിങ്ങളെ വിടുവിച്ചു. പാപം ഏതാ ഒന്ന് വായിച്ചേ. പുരുഷഗാമികൾ, ആണും പെണ്ണും ഒക്കെ ഉള്ള ബന്ധങ്ങൾ, അത് വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ ഇട്ടുണ്ട്. പിന്നെ ഈ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദുർനടപ്പിനൊക്കെ ഇംഗ്ലീഷ് ബൈബിളിൽ മൂലഭാഷയിൽ എഴുതിയേക്കുന്ന സെക്ഷുവൽ ഇമ്മോറാലിറ്റി. പിന്നെ ഇതെല്ലാം നോക്കിയോ, സ്വയം ഭോഗികൾ, ഈ വക പ്രവർത്തിക്കുന്നവരാരും എന്ത് ചെയ്യത്തില്ല, ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടുത്തെ കൊരിന്ത്യ ദേശത്തിലെ ആൾക്കാർ പറയുക, ഇതൊന്നും വലിയ പാപമൊന്നുമല്ല, ശരീരത്തിന്
ആഹാരം ആവശ്യമുള്ള പോലെ ഈ സെക്ഷുവൽ ഇമ്മോറാലിറ്റി, ഈ സ്വയം പോക്കവും, ഈ മറ്റുള്ള പല കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ട് ഇതൊക്കെ സാധാരണ ശരീരത്തിന് വേണ്ട കാര്യങ്ങളാ എന്ന് പറഞ്ഞ് കൊരിന്ത്യ സഭ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ വ്യക്തമായ ആ ഭാഗം അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആ കൊരിന്ത്യയിലെ സഭയോട് വായിച്ച ഭാഗം ഒന്ന് വായിച്ചു. യെസ്, അത് വായിച്ചേ. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിൽ. The body is not for sexual immorality but for the Lord and the Lord for the body എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ശരീരത്തിന് ആഹാരം വേണ്ട പോലെ ഈ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയും ഈ ചിന്തകളും ഈ പ്രവൃത്തികളും ഒക്കെ എനിക്ക് ആവശ്യമായെന്ന് പറഞ്ഞ് നീതീകരിച്ചുകൊണ്ടാണ് ആ ദേശത്തിലെ നിവാസികൾ, കൊരിന്ത്യ ദേശത്തിലെ, നമ്മൾ ഇന്ന് രാവിലെ പഠിച്ച തെസ്സലോനിക്ക ദേശത്തിലെ, റോം ഭരിക്കുന്ന ദേശത്തിലെ ഒക്കെ ഭാരതം ഒട്ടും മോശമല്ല. ഇതിൻ്റെ സയൻസൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഈ സൂത്രയുടെ സയൻസൊക്കെ എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ ബുക്സും ഒക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ. അപ്പോൾ ഭാരതവും ഒട്ടും ആ കാലം തൊട്ട് എന്തുവാ ഈ പാപത്തിലൊന്നും മോശമല്ല, സ്തോത്രം. പക്ഷെ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നോ, പരിശുദ്ധാത്മാവ് ഓരോ ദേശത്തിനും ലേഖനം എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിശ്വാസി വരുന്ന സമയത്ത് നല്ല ബലത്തോടു കൂടിയായിരിക്കും. ക്രിസ്തു 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 മാത്രമേ ചിന്തയുണ്ടായിരിക്കും. ഇച്ചിരി കഴിഞ്ഞ് ആത്മാവിൽ ക്ഷീണം വരുമ്പോൾ പതുക്കെ ലോകത്തിലേക്ക് ഇറക്കും നമ്മളെ സാത്താൻ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ലോകമനുഷ്യർ പറയുന്ന പോലെ ഞാൻ പല ദൈവമക്കളോട് പല കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ എന്നോട് എത്ര പേര്, എൻ്റെ ചില പഴയ വിശ്വാസികൾ പോലും പറഞ്ഞു, അതിനെന്നാ പാസ്റ്റർ കുഴപ്പം, അതൊക്കെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമല്ലേ. ബൈബിൾ എന്തോ പറയുന്നത്? സ്തോത്രം. ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികളിൽ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം ഹല്ലേലൂയ, കർത്താവ് നിങ്ങളുടെ ശത്രുവാണ്. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കത്തില്ല. ഈ പാത്രത്തെ മാനത്തിലും വിശുദ്ധിയിലും കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ കാമവികാരങ്ങളും ഈ ജഡത്തിൻ്റെ മോഹങ്ങളും അത്യാഗ്രഹങ്ങളും എല്ലാം വിട്ട് നിങ്ങൾ ഒരു വക വിഗ്രഹത്തെ ആരാധിച്ച്, മൂർത്തികളെ ആരാധിച്ച്, വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ യു ലിവ്ഡ് ഇൻ ദീസ് സെൻസ്. ഈ പാപത്തിൽ നിങ്ങൾ വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകണം, പഴയതും ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാണ്. ഡിഫറെൻറ്റ് പാത. നമ്മുടെ റോൾ മോഡൽ കർത്താവാണ്. അങ്ങനെ പറ്റുമോ? മനുഷ്യനല്ലേ, വീണു പോകത്തില്ലേ? മണ്ണിൽ ഉള്ളിടത്തോളം മണ്ണിൻ്റെ സ്വഭാവം കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ദൈനംദിന പോരാട്ടം. കർത്താവേ കൃപ തരണമേ, ബലഹീനതയിൽ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ കൃപ. കൊരിന്തിലെ ആൾക്കാരും പറയാൻ തുടങ്ങി പതുക്കെ ആത്മീയ ക്ഷീണം കൊരിന്തിൽ ഭയങ്കരമായിട്ട് വന്നു. സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുകയും ജാതികൾ ഞെട്ടിപ്പോകുന്ന പാപമൊക്കെ ഈ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയിലോട്ട് കയറി. അതുകൊണ്ട് കൊരിന്ത് ദേശത്തോട് പറയാം, ജാതികൾ പറയും. എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്. ശരീരത്തിന് ഭോജനം വേണ്ട പോലെ ഇതൊക്കെ ശരീരത്തിൻ്റെ ആവശ്യമാണെന്ന് ജാതികൾ പറയും. പക്ഷെ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ശരീരം, യുവർ ബോഡി ഈസ് നോട്ട് ഫോർ ഇമ്മോറാലിറ്റി. അല്ലെങ്കിൽ ഇങ്ങനത്തെ സെക്ഷുവൽ ഡിസയേഴ്സിനുള്ളതല്ല. നിങ്ങളുടെ ശരീരം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന് വസിക്കുവാനായിട്ടാണ്. കർത്താവിന് എന്നെ വസിക്കാൻ സ്വർഗത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? അല്ല, പ്രമാണമാണ്. ആരുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, കാഹളം ഓതുമ്പോൾ അവരെ മാത്രമേ കർത്താവിന് സ്വർഗത്തിലോട്ട് എടുക്കുവാൻ കഴിയത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവത്തിന് അത് വിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച പകൽക്കാലമോ ഏതെങ്കിലും ഒരു മീറ്റിംഗ് സമയത്തോ കർത്താവ് ഉള്ളിൽ വസിച്ചാൽ പോരാ. അല്ലാതെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. അന്ത്യകാലമാകുമ്പോൾ സഭകൾ ക്ഷീണിക്കുന്നു, ദൈവദാസന്മാരും കുടുംബങ്ങളും ക്ഷീണിക്കുന്നു, കാഴ്ചപ്പാട് വിശ്വാസികളുടെ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. എല്ലാവരും ജഡം. നമ്മൾ ഈ സൂപ്പർ ലക്ഷറിയിൽ ജീവിക്കുമ്പോഴുള്ളൊരു കുഴപ്പമാണ്. എന്തുവാ? മനുഷ്യനെ പ്രസാദിപ്പിക്കണം. നമ്മൾ റോമാലയനത്തിൽ ഇപ്പോൾ ലാസ്റ്റ് വായിച്ചില്ലേ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ജഡത്തെ പ്രസാദിപ്പിക്കുന്നവൻ, ജഡത്തിൻ്റെ തീരുമാനമെടുക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നവിടെ വീണ്ടും ഓർപ്പിക്കുവാൻ കാരണം ഈ ഒത്തിരി ലോകത്തിൻ്റെ നന്മകളും ഒത്തിരി സൂപ്പർ ലക്ഷറീസൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ല സുഖജീവിതമല്ലേ. പിന്നെ അതിൽ നിന്നൊന്ന് ഇറങ്ങി താഴോട്ട് നിന്ന് സഹിക്കുമോ? അസോസിയേഷൻ മാനിക്കപ്പെടണം, ദേശത്ത് മാനിക്കപ്പെടണം. ഇതിനകത്ത് ക്രിസ്തുവിൻ്റെ വിളിയൊക്കെ നമ്മൾ മറന്നു പോകും. സ്വർഗം പോലും നമ്മൾ എന്തു ചെയ്യും? മറന്നു പോകും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ കൃപയോടുകൂടി ജീവിക്കുവാൻ ഞാനും പച്ച മനുഷ്യനാ, നിങ്ങളും ആരാ? പച്ച മനുഷ്യരാ. നമ്മളൊക്കെ മാംസമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന
പരിശുദ്ധാത്മാവിൻ്റെ അളവ് നമ്മളിൽ വർദ്ധിച്ചു വരണം. അത് പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ, ഓ പ്രൈസ് ലോർഡ്, ദി എംപവറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, ഓ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായിട്ട് എൻ്റെ മേൽ വരണേ. എൻ്റെ സെൽഫിഷ്നെസ് എല്ലാം അപ്പം മാറിപ്പോ. പിന്നെ ആരും എൻ്റെ കാര്യമൊന്നും ഓർപ്പിക്കണ്ട. ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതും വിശ്വാസികളോട് ഉപദേശിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ വേറൊരാളെ എൻകറേജ് ചെയ്യുന്നതും അവരെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ ക്ഷീണത്തിൽ ഞാൻ പറഞ്ഞു പോകും, ലോകത്തിൽ നിങ്ങളും വലിയവരാകണം, അവരെ കണ്ടോ ഇവരെ കണ്ടോ അതുപോലെ ആകണം. ലോകത്തിൻ്റെ ബുദ്ധിയൊക്കെ ഞാൻ പ്രസംഗിച്ചു പോകും, ഫിലോസഫിയൊക്കെ ഞാൻ പ്രസംഗിച്ചു പോകും. എനിക്ക് കേൾക്കാൻ അതൊക്കെ നല്ല സന്തോഷമായിരിക്കും. പക്ഷേ ആത്മാവിൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം സംസാരിക്കുന്ന എന്തായിരിക്കും? ആത്മാവിലുള്ള കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോൾ, കൂട്ടു സഹോദരങ്ങളെ ബലപ്പെടുത്തുമ്പോൾ, കർത്താവിനെ അടുത്തറിയാത്ത ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ അങ്ങനെ നമുക്കൊരാഗ്രഹം, ഞാൻ പറഞ്ഞില്ലേ, ഒരു സുവിശേഷകാത്മാവ്. ഇത്രയും പേര് ഈ പട്ടണത്തിൽ പാപത്തിൽ ജീവിക്കുമ്പോൾ, ഈ സ്റ്റേഡിയം റൗണ്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ രാത്രി വാ, നിങ്ങൾ വണ്ടി എടുത്തോണ്ട് രാത്രിയിലൊന്ന് വാ. 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും. 2 മണി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകണ്ട. ചെറുപ്പക്കാരല്ല, ഞാനും വന്നിട്ടുണ്ട് ഇവിടെ രാത്രിയിൽ. ഞാൻ സ്റ്റേഷനിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് രാത്രി ഇതിലേക്കൂടെ ഓടിച്ച് തിരിച്ച് വരികയും ഇവിടെ രാത്രിയിൽ ചില ദേവദാസന്മാരൊക്കെ വന്ന് അവരെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് കളക്ട് ചെയ്യും. 2 മണിക്ക് നോക്കുമ്പോൾ ചെറുപ്പക്കാർ മാത്രമല്ല, ജോഡികളായിട്ട് പ്രായമുള്ളവരുണ്ട്. ഇവരെല്ലാം പട്ടണത്തിൽ ഒറ്റയ്ക്കൊക്കെ ജോലിക്ക് വന്നിരിക്കും. ഇഷ്ടത്തിൻ്റെ പ്രായമുള്ളവർ ജോഡികളായിട്ട് നിങ്ങൾക്ക് കാണാം. ഭർത്താവും ഭാര്യയും അല്ല, നമുക്കറിയാം അവരുടെ നടപ്പും പെരുമാറ്റവും കാണുമ്പോൾ. ഇതിൻ്റെ പകൽ പോലും വെളിച്ചം. പണ്ട് സ്റ്റേഡിയം ലൈറ്റ്സ്, ഇപ്പം മെട്രോയും കൂടി ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്, എക്സ്ട്രാ ലൈറ്റ്സ് മെട്രോയും കൂടെ 2 സൈഡിലോട്ടിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച പോലെ വെളിച്ചമാണ് ഇവിടെ രാത്രി, പകൽ പോലും വെളിച്ചം. ഇത്രയും പേരുടെ. അപ്പം ഞാൻ പറഞ്ഞത്, പാപം നമ്മുടെ ഈ കൊച്ചി പട്ടണത്തിലും വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇതിൽ വീണില്ലേലും ഇത് കേട്ടും കണ്ടുമൊക്കെ രസിച്ച് സന്തോഷിച്ചൊക്കെ, ഓ നല്ലൊരു മോഡേൺ സിറ്റിയിലാണ് ഞാൻ. ഇതാണ് മോഡേണിസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ഇല്ലേ? ഓ സ്റ്റേറ്റ്സിൻ്റെ ലെവലിലേക്കൊക്കെ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ ലെവലിലേക്ക് ആയിട്ടില്ല എങ്കിലും ബാംഗ്ലൂർ ഞാൻ പറയാൻ കാരണം ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ പോയി റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കൗൺസിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, പൊളിക്കുന്ന, പാപം നിമിത്തം. ഈ MNC കൾച്ചർ ഒരു വല്ലാത്ത കൾച്ചർ. ഞങ്ങളെ ഒരു IT കമ്പനിയുടെ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ 4-5 വിശ്വാസികളുണ്ടായിരുന്നു. ഞാനും കുടുംബവും പോയി. IT കമ്പനിയുടെ പ്രോഗ്രാമല്ലേ, ഒത്തിരി വല്ലാത്ത ഒരു റോക്ക് ഡാൻസ് പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടുന്ന് മാറി. എങ്കിൽ ആദ്യത്തെ തുടക്കത്തിൽ ഞങ്ങൾ വിളിച്ചതാണ്, ഇത്രയും വിശ്വാസികൾ അതിനകത്തുണ്ട്. വിളിച്ച നിമിത്തം ഞാൻ പോയി. ഞങ്ങളുടെ കൂടെ അടുത്തിരുന്ന ഞങ്ങളുടെ നല്ലൊരു കുടുംബസ്ഥനായ ഒരു വിശ്വാസി ഞങ്ങളെ പരിചയപ്പെടുത്തുക. അത് VP, ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡൻറ്റ്. ആ VPയുടെ ആദ്യത്തെ ഭാര്യ ആധാരം, പിന്നത്തെ ഭാര്യ ഇതാ, പിന്നെ ഇപ്പം ഇരിക്കുന്ന ആ സ്ത്രീയെ കൂടിയിരിക്കുന്ന അത് വേറൊരു സ്ത്രീയാണ്. പിന്നെ അത് ഈ മാച്ച് ദ ഫോളോയിങ്. ഞാനും സോഫിയും കൂടെ കുറച്ച് നേരമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ചിലരും ഉണ്ട്, ജാതികളായിട്ടുള്ള ഞങ്ങൾക്കിതാകപ്പാട് അങ്ങോട്ട് കാര്യം. ആരും ഭാര്യയും ഭർത്താവും എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പ്രോഗ്രാമിൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ ഒന്നിച്ചിരിക്കുന്നവർ, ഒന്നിച്ച് നടക്കുന്നവർ, ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നവരൊന്നും ഭാര്യയും ഭർത്താവും അല്ല, അതെല്ലാം ജോഡികളാണ്. ഇത് എത്ര വർഷം മുമ്പെയാണ്, എത്ര വർഷം മുമ്പേ, 15 വർഷം മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. വിശാഖപട്ടണത്തെ, ഹൈദരാബാദ് പോലൊന്നും വിശാഖപട്ടണം ആയിട്ടില്ല, എറണാകുളം പോലൊക്കെ ഉള്ളൂ. അവിടുത്തെ ഒരു MNCയിലെ HSBCയിലെ ഒരു പ്രോഗ്രാമിനാണ് ഞങ്ങളെ വിളിച്ചത്. അവിടെ ആ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നതും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി വിശ്വാസികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഞങ്ങളുടെ വിശ്വാസികളോട് പറഞ്ഞു, ഞങ്ങളുടെ തന്നെ വിശ്വാസികൾ ഭാര്യയും ഭർത്താവും അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ ആയിത്തീരല്ലേ. കുറച്ച് നാളോട് നിങ്ങൾ ജോലി ചെയ്ത് അറിയാതെ എന്ത് ചെയ്യും, ഇതുപോലൊക്കെ ആയിപ്പോവും. കാലം മാറും. തെസ്സലോനിക്ക ദേശത്തോട് പൗലോസ് പറയുക, അവരങ്ങനെ നടന്നോട്ടെ, നിങ്ങളുടെ മേൽ ആത്മാവ്. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചില്ലേ, പരിശുദ്ധാത്മാവിനാൽ, റോമാലേഖനം 8-ാം അധ്യായം മുഴുവനും ആത്മാവിനാൽ നടപ്പീൻ. ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ. നമുക്ക് ഈ ലോകത്തിൽ ഈ കാമവികാരത്തിൽ അല്ലെങ്കിൽ ജഡം പറയുന്ന പോലെ അങ്ങ് സന്തോഷിച്ച് സുഖിച്ച് ജീവിച്ചാൽ മതിയോ, അതോ ഇവിടെ വചനം പറയുന്ന പോലെ ജീവിക്കുകയും കാഹളം ഊതുമ്പോൾ സ്വർഗത്തിൽ പോകണോ? ഇടയ്ക്ക് മറന്നു പോകല്ലേ, നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയ മക്കളായിട്ടാണ്. ഓരോ കുടുംബത്തിലുള്ളവരെ വ്യത്യസ്തരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ നമ്മളെക്കാൾ മിടുക്കരായിട്ട് പോയപ്പോൾ, ലോകത്തിൽ മിടുക്കരായിട്ട് പോയപ്പോൾ, കർത്താവ് സ്വർഗത്തിൽ പോകാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ചുരുക്കം ചിലരുണ്ട്. വളരെ ഈ ഫൈനസ്റ്റ് ലീഫ് പിക്കിംഗ് ഇല്ലേ, എങ്ങനെയത് മൂന്നാറിലും ആസാമിലും ഒക്കെ ഉണ്ടല്ലോ.
അതിൻ്റെ ഫൈനസ്റ്റ് ലീഫ് സാഫ്രോൺ പോലൊക്കെ ഇങ്ങനെ നീളത്തിലിരിക്കും, അറിയാം. അതായത് നമ്മളത് അതൊന്നും കണ്ടിട്ട് പോലും എക്സ്പോർട്ട് ക്വാളിറ്റി, അതൊക്കെ വെളിയിലോട്ട് പോകും, എക്സ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ആ ഫൈനസ്റ്റ് സ്തോത്രം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരാ? എന്നെയും ലോകം വിളിച്ചുകൊണ്ടിരുന്ന മഹാമണ്ഡണ്ണ. ശരിക്കും വെറുതെ പറയല്ല, ശരിക്കും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളൊക്കെ സാധാരണക്കാരായിരുന്നു ദൈവമക്കളെ. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രൈസ് ലോർഡ്, കർത്താവിൻ്റെ ആദിങ്കൽ തന്നെ അവസാനം അറിയുന്ന സ്പെഷ്യൽ കോളിംഗ്. അതുകൊണ്ട് ആ ഫിലിപ്പി ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന സ്വർഗീയ വിളി, ഓഹരിക്കാരായിട്ടുള്ളവരെ, ദാറ്റ് ഹൈ കോളിംഗ് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വിളി ശ്രേഷ്ഠമാണ്. ആ വിളി ശ്രേഷ്ഠമാണ്. ആ വിളിക്കൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ്സ് വിട്ടുള്ള ഡയലോഗ് നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ആ സ്റ്റാൻഡേർഡ്സ്, ആ സ്വർഗീയ റോയൽ രാജാവല്ലേ നമ്മുടെ അപ്പച്ചൻ. അതുകൊണ്ട് ആ കുടുംബത്തിലേക്കാണ് നമ്മളെ ദത്തെടുത്തിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ്സ് വിട്ടുള്ള ഒരു പാരമ്പര്യ സ്വഭാവം നമ്മൾ ഇറക്കണ്ട. അതെന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ആത്മാവിൽ എന്ത് ചെയ്യണം? ക്രൂശിക്കണം, ഒതുക്കണം. അതില്ലാതായി പോകട്ടെ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ കർത്താവ് പണിതെടുക്കുന്ന ദിവസങ്ങളായാലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ